പ്രകൃതിയുടെ പച്ചപ്പും കായലുകളുടെ ശാന്തതയും ചേർന്ന് മനോഹരമായി വിരിഞ്ഞ ഒരു നാടാണ് മൺട്രോത്തുരുത്ത്. കേരളത്തിന്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ പ്രത്യേക സ്ഥാനം നേടിയിരിക്കുന്ന ഈ പ്രദേശം പ്രശസ്തമായ ശാമ്പ്രാണിക്കോടി ടൂറിസം എന്ന സുന്ദര തുരുത്തിലൂടെ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയ സ്ഥലമാണ്. അഷ്ടമുടി കായലിന്റെ തിരമാലകൾ താലോലിക്കുന്ന ഈ നാടിന്റെ മണ്ണിലാണ് ഒരു ഭാവിയിലെ അധ്യാപികയുടെ ജീവിതകഥ ആരംഭിക്കുന്നത്. 1970 ഓഗസ്റ്റ് 1 കൊച്ചുമാട്ടയിൽ കുടുംബത്തിൽ ശ്രീ ലക്ഷ്മണന്റെയും ശ്രീമതി ലളിതാംബയുടെയും മകളായി വീണ ജനിച്ചു. സഹോദരങ്ങൾ ബിന്ദുവും ബിജുവും കൂടെ ഉണ്ടായതിനാൽ വീട്ടിൽ ചിരിയും കളിയും ചെറിയ വാദപ്രതിവാദങ്ങളും നിറഞ്ഞ സന്തോഷകരമായ അന്തരീക്ഷത്തിലൂടെയാണ് വീണയുടെ ബാല്യകാലം കടന്നുപോയത്. പഠനയാത്ര ആരംഭിച്ചത് വലിയ LP സ്കൂളിൽ നിന്ന്, തുടർന്ന് ചങ്കുരുത്തിയിൽ UP സ്കൂളിലും പിന്നീട് CVKM ഹൈസ്കൂളിലും പഠനം തുടരുകയും ചെയ്തു. കോളേജ് ജീവിതം കൊല്ലം ശ്രീനാരായണ വിമൻസ് കോളേജിൽ നിന്നാണ് ആരംഭിച്ചത്. ആദ്യം ഡിഗ്രിക്ക് കെമിസ്ട്രി മെയിൻ എടുത്തു പഠനം തുടങ്ങി. ലാബിലെ പരീക്ഷണങ്ങളും കെമിസ്ട്രിയുടെ സൂത്രവാക്യങ്ങളും പഠിച്ചുകൊണ്ടിരുന്നെങ്കിലും മനസ്സിന്റെ ഒരിടത്ത് മറ്റൊരു സ്വപ്നം പതുക്കെ വളരുകയായിരുന്നു: ഒരു ടീച്ചറാകണമെന്ന ആഗ്രഹം. അതിനാലാണ് ഫസ്റ്റ് ഇയർ കഴിഞ്ഞതിന് ശേഷം ധൈര്യമായി ഒരു തീരുമാനമെടുത്ത് കെമിസ്ട്രിയുടെ ലോകത്ത് നിന്ന് നേരെ TTC പഠനത്തിലേക്ക് തിരിഞ്ഞു. ഒരു ദിവസം ക്ലാസ് മുറിയിൽ നിൽക്കുന്ന അധ്യാപികയാകണമെന്ന ലക്ഷ്യത്തോടെയാണ് ആ യാത്ര ആരംഭിച്ചത്. TTC പഠനം പൂർത്തിയാക്കിയ ശേഷം വീണ്ടും കോളേജ് ജീവിതത്തിലേക്ക് മടങ്ങി. ഈ പ്രാവശ്യം കെമിസ്ട്രി അല്ല, ചരിത്രം തന്നെയാണ് തിരഞ്ഞെടുത്തത്. വീണ്ടും കൊല്ലം ശ്രീനാരായണ വിമൻസ് കോളേജിലേക്ക് മടങ്ങിയെത്തി. ചരിത്രത്തോടുള്ള താല്പര്യം അവിടെ നിർത്തിയില്ല. പിന്നീട് PG പഠനത്തിനായി കാര്യവട്ടം ക്യാമ്പസ് യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ പഠനം ആരംഭിച്ചു. തുടർന്ന് കൊല്ലം SN കോളേജിൽ പഠനം തുടരുകയും ചെയ്തു. ഇങ്ങനെ മൺട്രോത്തുരുത്തിന്റെ നാടൻ നന്മയിൽ നിന്ന് ആരംഭിച്ച ഒരു പെൺകുട്ടിയുടെ പഠനയാത്ര കെമിസ്ട്രിയുടെ പരീക്ഷണശാലകളിൽ നിന്ന് ചരിത്രത്തിന്റെ കഥകളിലേക്കും അവസാനം ക്ലാസ് മുറിയിൽ നിൽക്കുന്ന ഒരു സമർപ്പിത ഹിസ്റ്ററി ടീച്ചറുടെയും ജീവിതത്തിലേക്കും എത്തിച്ചേരുകയായിരുന്നു. 1996 മെയ് 19 മുരളിയണ്ണൻ ജീവിത സഖാവായി കൈപിടിച്ച നിമിഷം ടീച്ചറിന്റെ ജീവിതത്തിന്റെ പുതിയ അധ്യായം മനോഹരമായി തുറന്നു. സ്നേഹത്താലും കരുതലാലും കുടുംബത്തിന്റെ അടിത്തറ പടുത്തുയർത്തിയ മുരളിയണ്ണന്റെ പിന്തുണയിൽ ആ കുടുംബം സന്തോഷത്തിന്റെ തൂവലുകൾ വിരിച്ചു. 1997 മാർച്ച് മാസം ഒരു ആൺകുഞ്ഞു പിറന്നു. അതിന് ശ്രീഹരി എന്ന് വിളിച്ചു. പിന്നീട് 2001 ശ്രീഹരിക്ക് കൂട്ടായി മീനാക്ഷിയും എത്തി. ഈ 2 മക്കളും അവരുടെ ജീവിതത്തിന്റെ അഭിമാനമായി വളർന്നു. അതോടൊപ്പം അനിയത്തിയുടെ മകൾ അഭിരാമിയും ഈ കുടുംബത്തിന്റെ സ്നേഹവലയത്തിൽ ചേർന്നു. മുരളിയണ്ണന്റെയും ടീച്ചറുടെയും ഹൃദയത്തിൽ പ്രത്യേക സ്ഥാനം ഉറപ്പിച്ചു. ടീച്ചറുടെ കഠിനാധ്വാനത്തിന്റെയും ആത്മാർത്ഥതയുടെയും ഫലമായി 1997 കോട്ടയം ജില്ലയിലെ തുമരംപാറയിൽ GLP സ്കൂളിൽ PD ടീച്ചറായി നിയമനം ലഭിച്ചു. അതോടെയാണ് ടീച്ചറിന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. കുഞ്ഞു കുട്ടികളായ LP വിദ്യാർത്ഥികളോടൊപ്പം അറിവിന്റെ ആദ്യ വിത്തുകൾ വിതയ്ക്കുന്ന ആ ദിവസങ്ങൾ ടീച്ചറിന് ഏറെ സന്തോഷകരമായ അനുഭവങ്ങളായി. ഒരു വർഷം പിന്നിട്ടപ്പോൾ UP വിഭാഗത്തിലേക്കും സേവനം വ്യാപിപ്പിച്ച് കൂടുതൽ കുട്ടികളുടെ മനസ്സുകളിൽ അറിവിന്റെ പ്രകാശം നിറച്ചു. 2008 ജൂലൈയിൽ PSC വഴി ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറായി ലഭിച്ച നിയമനം ജീവിതത്തിലെ നിർണായക വഴിത്തിരിവായി. തുടർന്ന് വിവിധ സ്കൂളുകളിലൂടെയുള്ള നീണ്ടുനിൽക്കുന്ന സേവനയാത്ര. കേരളത്തിന്റെ വിവിധ കോണുകളിൽ അറിവിന്റെ ദീപം തെളിയിച്ച ആ യാത്ര ഇങ്ങനെ നീളുന്നു. 2008 MGM HSS നായർ തോടിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഹയർ സെക്കൻഡറി അധ്യാപനം ആരംഭിച്ചു. പിന്നീട് അതേ വർഷം നവംബർ മാസത്തോടുകൂടി GHSS നെടുങ്കുന്നത്തേക്ക് സ്ഥലമാറ്റപ്പെട്ടു. പിന്നീട് വന്ന പല പല സ്ഥലമാറ്റങ്ങളിലൂടെ GHSS താഴത്തുവടകര, GHSS പന്മനമനയിൽ, GHSS വെള്ളമണൽ, GHSS വടക്കേക്കര, ചങ്ങനാശ്ശേരി. 2024 വീണ്ടും GHSS വെള്ളമണലിലേക്ക് സ്ഥലമാറ്റപ്പെട്ടു. 2018 വെള്ളമണൽ സ്കൂളിൽ നിന്ന് വടക്കേക്കരയിലേക്ക് ട്രാൻസ്ഫർ ആയപ്പോൾ ടീച്ചറുടെ ഹൃദയത്തിൽ ഒരു നിശബ്ദ വിഷാദം നിറഞ്ഞു നിന്നിരുന്നു. വർഷങ്ങളായി സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിരുന്ന തന്റെ കുട്ടികളെയും സഹപ്രവർത്തകരെയും വിട്ടുപിരിയുന്ന നിമിഷം എളുപ്പമല്ലായിരുന്നു. എന്നാൽ കാലം തിരഞ്ഞെത്തിയപ്പോൾ 2024 വീണ്ടും വെള്ളമണലിലേക്ക് മടങ്ങിയെത്തിയ ആ നിമിഷം അതൊരു സാധാരണ മടക്കയാത്രയല്ലായിരുന്നു. ഹൃദയം തേടിയെത്ത സ്വന്തം ഇടത്തിലേക്കുള്ള സ്നേഹപൂർവമായ തിരിച്ചുവരവായിരുന്നു. ഒരിക്കൽ വിട പറഞ്ഞ ആ മണ്ണ് വീണ്ടും പ്രിയ അധ്യാപികയെ കൈനീട്ടി സ്വീകരിച്ച നിമിഷം അതീവ മനോഹരമായിരുന്നു. ഈ വിദ്യാലയത്തിൽ നിന്ന് തന്നെ വിരമിക്കണമെന്നത് ടീച്ചറുടെ മനസ്സിലെ ഒരു മൗന ആഗ്രഹമായിരുന്നു. എന്നാൽ ഇതൊരു വിരമിക്കൽ മാത്രമല്ല, വർഷങ്ങളോളം വിവിധ കോണുകളിൽ അറിവിന്റെ ദീപം തെളിയിച്ച ഒരു ദീപശിഖയുടെ പ്രകാശം മറ്റൊരു തലത്തിലേക്ക് പകരുന്ന നിമിഷമാണ്. ബീന ടീച്ചർ എന്ന പേര് ഒരു വ്യക്തിയെ മാത്രമല്ല സൂചിപ്പിക്കുന്നത്, അതൊരു പ്രചോദനമാണ്, ഒരു പ്രകാശമാണ്. അനേകം വിദ്യാർത്ഥികളുടെ ഹൃദയത്തിൽ
എന്നും മാഞ്ഞു പോകാത്തൊരു ഓർമ്മയാണ്. ഇന്ന് ടീച്ചറെ കുറിച്ച് സംസാരിക്കാൻ വെമ്പൽ കൊള്ളുന്ന അനവധി ഹൃദയങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ആ വാക്കുകൾ, ആ ഓർമ്മകൾ, ആ സ്നേഹത്തിന്റെ നാദങ്ങൾ ഇപ്പോൾ നമുക്ക് കാതും. പ്രിയ കൂട്ടുകാരി ബീനയ്ക്ക് ആദ്യമായിട്ട് ഞാൻ ആശംസകൾ നേരുകയാണ്. എൻ്റെ കൂട്ടുകാരി, എൻ്റെ സഹോദരി, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഒക്കെ ഏറ്റവും വലിയ രക്ഷാകർത്താവ് നിലയിൽ എന്നോടൊപ്പം സഹകരിച്ച ബീന ടീച്ചറെ ഒരിക്കലും എനിക്ക് മറക്കാൻ സാധിക്കില്ല. ഞങ്ങൾ ഒന്നിച്ച് കുറിച്ചി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഞങ്ങൾ ഒരു ലിസ്റ്റിൽ നിന്ന് കയറി ഞങ്ങളുടെ മക്കളെ അതേ സ്കൂളിൽ തന്നെ പഠിപ്പിച്ചു. ശ്രീകുട്ടനെ പഠിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. വീടിനടുത്ത് താമസിച്ചു. സ്കൂളിൻ്റെ എല്ലാ കാര്യത്തിലും ഞങ്ങൾ ഒന്നിച്ച് തന്നെയായിരുന്നു. ഞങ്ങൾ ഒരുപാട് സഹകരിച്ചവരാണ്. ജീവിതത്തിൽ എപ്പോഴും ബീന ടീച്ചറിന് നന്മകൾ വരട്ടെ എന്ന് വീണ്ടും ആശംസിക്കുകയാണ്. കുട്ടികളോടും അതുപോലെ തന്നെ രക്ഷകർത്താക്കളോടും സഹപ്രവർത്തകരോടും നല്ല പെരുമാറ്റത്തിലൂടെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുവാനും അതോടൊപ്പം തന്നെ അധ്യാപന മേഖലയിൽ വളരെ കൂടുതൽ കഴിവിൻ്റെ രീതിയിൽ ഹിസ്റ്ററി എന്ന് പറയുന്ന പാഠത്തെ കുട്ടികൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുവാനും അതനുസരിച്ച് നമ്മുടെ വിദ്യാലയത്തിൽ നേട്ടങ്ങൾ കൈവരിക്കുവാനും തന്നെ കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു അധ്യാപിക എന്നുള്ള രീതിയിൽ ടീച്ചറിനെ നമുക്കെന്നും കുട്ടികളും അതുപോലെ തന്നെ സഹപ്രവർത്തകരായ ഞങ്ങളെല്ലാവരും ഓർക്കുകയും അതോടൊപ്പം തന്നെ ടീച്ചറിനോടുള്ള സ്നേഹവും ആദരവും. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ബീന ടീച്ചർ റിട്ടയർ ചെയ്യുകയാണ്. ബീന ടീച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു നല്ല സുഹൃത്ത്, നല്ലൊരു സഹപ്രവർത്തക, ഒരു കുടുംബ സുഹൃത്തും കൂടിയാണ്. നല്ലൊരു വ്യക്തിയാണ്. മറ്റ് എന്താണ് സാധാരണ വ്യക്തികളിൽ കാണുന്ന ഇല്ലാത്ത നല്ലൊരു വ്യക്തി, നല്ലൊരു ടീച്ചറാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു മെൻറ്ററാണ്. കുട്ടികളുടെ ഭാഗത്തു നിന്ന് കാര്യങ്ങളെ നോക്കിക്കാണാനുള്ള കഴിവുള്ള ഒരു വ്യക്തിയാണ്. നമ്മൾ പൊതുവായി എല്ലാവരും കൂടി കൂട്ടായി എടുക്കുന്ന തീരുമാനങ്ങൾക്കനുസരിച്ച് സ്കൂളിൻ്റെ നന്മയ്ക്കായി പ്രവർത്തിക്കാൻ ടീച്ചറിന് കഴിവുണ്ട്. കഴിവും മനസ്സും ഉണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ടീച്ചർ ഏത് സ്കൂളിനും ഒരു മുതൽക്കൂട്ടായിരിക്കും. പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് നന്മ വരണമെന്നും അക്കാഡമിക്കലി ഉയർച്ചയുണ്ടാകണമെന്നും ടീച്ചർ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഏതൊരാൾക്കും ഒരു റിട്ടയർമെൻറ്റ് ഡേറ്റ് ഉണ്ട്. അത് ഒഴിവാക്കാൻ പറ്റുകയില്ല.